വർദ്ധിച്ചു വരുന്ന കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കേരള സർക്കാരും എക്സൈസ് വകുപ്പും പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഉഗ്രൻ പരിപാടി തുടങ്ങി നിരവധി കുറ്റവാളികളാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ഇതെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക്, ഒരു പൗരനെന്ന നിലയ്ക്ക്, ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ഒത്തുചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നിരവധി കുറ്റവാളികളെ കണ്ടെത്തുവാൻ കഴിയും. അതായത് ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന് മുൻപും അവരിവിടെ വിരാജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതായത് അവിടെ അവർ വളരുവാൻ കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണോ എന്നൊരു ചോദ്യം. കാരണം നേരത്തെയും അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴവർ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിടിക്കപ്പെട്ടത് ചെറിയ അർഹമാണെങ്കിൽ എത്രത്തോളം പുറത്തുണ്ടാകും എന്നുള്ളതും, എത്രത്തോളം മയക്കുമരുന്നിവിടെ കച്ചവടം നടന്നിട്ടുണ്ടാകും എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഇനി മറ്റൊരു സുപ്രധാനമായ ചോദ്യം, എന്തിനാണ് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് 50 അല്ലെങ്കിൽ 150 മയക്കുമരുന്ന് കച്ചവടക്കാർ ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാഗ്രതയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊരു സ്റ്റണ്ടാണോ? അങ്ങനെ ആരുമില്ലെങ്കിൽ തന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണോ? അഥവാ ഇനി അങ്ങനെ പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ടാൽ മയക്കുമരുന്ന് മാഫിയ തൽക്കാലം അവരുടെ അണിയരോട് പറയില്ലേ, കുറച്ച് നാളത്തേക്കൊന്നും ചെയ്യേണ്ട, മിണ്ടാണ്ടിരിക്കുക, പോലീസ് ഇറങ്ങിയിട്ടുണ്ട്, എക്സൈസ് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് മിണ്ടാണ്ടിരിക്കാം. അതായത് നിങ്ങൾ ഓപ്പറേഷൻ ഹണ്ടിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ കട്ടയും പടമൊക്കെ മടക്കി വീട്ടിൽ കുറച്ചാണെങ്കിലും അനങ്ങാതിരിക്കും. പിടിക്കപ്പെടുന്നത് ഈ വാർത്ത വായിക്കാത്ത ബംഗാളിയോ അല്ലെങ്കിൽ ആസാമിയോ ഒക്കെ ആയിരിക്കും. അവർ മലയാള വാർത്ത വായിക്കാത്തതുകൊണ്ടായിരിക്കും. വാർത്തകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യപ്പെടുന്നവരായിരിക്കും കുറ്റവാളികൾ. അവർ കൃത്യമായിട്ട് വായിച്ചുകൊണ്ട് ഇപ്പോൾ ഡി ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കച്ചവടമൊക്കെ ഒന്ന് ഒതുക്കിയില്ലെങ്കിൽ പണിപാളും എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ സാധ്യതയില്ലേ എന്നൊരു ചോദ്യമാണ്. അതോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റിക്സ് ആണോ എന്ന്, ഒരു ടാറ്റിക് ആണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പേടിപ്പിച്ച് മാറ്റാൻ വേണ്ടിയാണത്. എന്തായാലും നിങ്ങളിപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങളുടെ പിടിക്കാൻ വരുന്നുണ്ട്, മാറിക്കോ എന്നുള്ള ഒരു സന്ദേശമാണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ളവരെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം നൽകിയാൽ സന്തോഷം. എന്തായാലും എന്തിനു വേണ്ടിയായാലും നിങ്ങളിപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറ്റവാളികൾ പിടിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മയക്കുമരുന്നും മാഫിയ തുറച്ച് മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് 2 മാസം കൊണ്ട് തീർക്കരുത്. ഡി ഹണ്ട് അനൗൺസ് ചെയ്താലും ഇല്ലെങ്കിലും അനസ്യൂതം തുടരണം. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് നമ്മുടെ നാട്ടിലെ യുവജനതയുടെ പോക്ക്. യുവജനത മാത്രമല്ല, പ്രായമായവരും ഒക്കെ ഈ രാസലഹരിക്ക് അഡിക്റ്റായിട്ടാണ് പോകുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.